ആഗതമാകുന്ന തിരുപ്പിറവിയുടെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ ഏവർക്കും സ്നേഹമോടെ നേരുന്നു. സ്വർഗം താണിറങ്ങി വന്നതിൻ്റെ മധുരമനോഹരമായ ഓർമ്മകളാണ് ക്രിസ്മസ് ദിനത്തിൽ നാം ആദരിക്കുക. മനുഷ്യാവതാരം ചെയ്ത ദിവ്യരക്ഷകനിലൂടെ ദൂരസ്ഥനായ ദൈവം നമുക്ക് സമീപസ്ഥനായി, അദൃശ്യനായ ദൈവം ദൃശ്യനായി, അപ്രാപ്യനായ ദൈവം പ്രാപ്യനായി. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കാലസമ്പൂർണത കൈവന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവിടുന്ന് സ്ത്രീയിൽ നിന്ന് ജാതനായി. അതേ, ദൈവത്തിൻ്റെ സുതൻ മനുഷ്യപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് മണ്ണിലേക്ക് അവതരിച്ചതിൻ്റെ മധുരമനോഹരമായ ഓർമ്മകളാണ് നാം ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത്. അക്രമങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളും വർത്തമാനമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമാധാന സന്ദേശവുമായി വരുന്ന ദിവ്യരക്ഷകന്റെ പിറവി തിരുനാൾ നാം ആഘോഷിക്കുന്നു. സമ്മാനപ്പൊതികൾ കൈമാറുന്നു. മാതാപിതാക്കന്മാരുടെ ലാളനം ലഭിക്കാത്ത 20 മില്യൺ കുട്ടികൾ ഇന്ത്യയിലുണ്ട് എന്നാണ് കണക്ക്. ആ കുഞ്ഞുങ്ങളെ നമുക്ക് അനുസ്മരിക്കാം. പൊട്ടിയ വയറുമായി അന്തി ഉറങ്ങാൻ പോകുന്ന പാവപ്പെട്ട മനുഷ്യരെ നമുക്ക് ഓർമ്മിക്കാം. കിടക്കാൻ ഇടമില്ലാതെ റോഡരികിലും പീഡികത്തിണ്ണകളിലും അന്തി ഉറങ്ങുന്ന അനേകം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം മറക്കാതിരിക്കാം. നമ്മുടെ ആഘോഷങ്ങൾ ഏറ്റവും ലളിതമാക്കി ഈ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പ്രതിജ്ഞ നമുക്കെടുക്കാം. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ക്രിസ്മസ് ആയി മാറും. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും 2026 പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു.